ഭൈരവ മീഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചിങ്ങം രാശിക്കാരെ കുറിച്ചിട്ടാണ്. ചിങ്ങം രാശിക്ക് ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന വ്യാഴത്തിൻ്റെതായ മാറ്റം, ഗുരുമാറ്റം ഏത് രീതിയിലുള്ള ഫലത്തെ പ്രദാനം ചെയ്യും? ഇപ്പോൾ ഇവർക്ക് അഷ്ടമ ശനിയുടേതായ ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഈ വ്യാഴത്തിൻ്റെതായ മാറ്റം നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുമെന്നാണ്. അതായത് ചിങ്ങം രാശിക്ക് 12ാം ഭാവമായ കർക്കിടകം രാശിയിലേക്കാണ് ഈ വ്യാഴത്തിൻ്റെതായ മാറ്റം വരുന്നത്. അപ്പോൾ 12ാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴം നന്മ ചെയ്യുമെന്നാണ്. തീർച്ചയായിട്ടും നല്ല ഫലങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതെന്തുകൊണ്ടെന്നാൽ ഈ കർക്കിടകം രാശിക്കുള്ളിൽ വ്യാഴത്തിൻ്റെതായ മാറ്റം എന്ന് ചിന്തിക്കുമ്പോൾ പരിപൂർണമായ ബലത്തോടു കൂടിയാണ് വ്യാഴം, അതായത് ഗുരു ആ ഒരു ഭാവത്തിലേക്ക് വരുന്നത്. അപ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി വരുന്ന വ്യാഴത്തിന് 100% നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത് ഇവിടെ ഇരിക്കുന്ന ഇടം 1, 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെതായ പ്രത്യേക ദൃഷ്ടിയും വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഇടങ്ങളിൽ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. അതായത് പൂർവ്വപുണ്യ സ്ഥാനത്തേക്കുള്ള ദൃഷ്ടി നല്ലത് നൽകും. അതുപോലെ 7ാം ഭാവം കുടുംബസ്ഥാനം, അവിടെ നല്ല ഫലത്തെ നൽകും. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലൊക്കെ നല്ലൊരു ഐക്യതയൊക്കെ വന്നെത്തുന്ന സാഹചര്യം ഉണ്ടാകും. 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫലത്തെ പ്രദാനം ചെയ്യും. അതായത് ഇപ്പോൾ അഷ്ടമത്തിലുള്ള ശനിയാണ് നടക്കുന്നത്. അപ്പോൾ വ്യാഴം രാശി മാറുന്ന വേളയിൽ ഈ അഷ്ടമഭാവത്തിലുള്ള ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്തായാലും പതിയും. 100% അത് നല്ല ഫലങ്ങളായിരിക്കും അടുത്ത ഒരു വർഷത്തേക്ക് ഉണ്ടാവുക. ഇടക്കാലത്ത് ഒരല്പം വക്രഗതിയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങളുടേതായ ഏകാധിപത്യ മനോഭാവം, ആ ധാർഷ്ട്യപരമായ മനോഭാവത്തേക്കൊന്ന് മാറ്റി ഒന്ന് ഫ്രഷ് ആകാനായിട്ട് ശ്രമിച്ചാൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ അഷ്ടമ ശനിയുടെ ആ ഒരു താക്കം വളരെയധികം നല്ല രീതിക്ക് കുറയുന്ന ഒരു സാഹചര്യമായിരിക്കും. പൊതുവായിട്ട് ജന്മജാതകത്തിൻ്റെതായ ഒരു ഫലം കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതിൻ്റെതായ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഒരു ഫലത്തെയൊക്കെ കണക്കിലെടുക്കാനായിട്ട് കഴിയുക. ഇത് പൊതുവായിട്ടുള്ള ഒരു രാശി ഫലമാണ് അടുത്ത ഒരു വർഷത്തേക്ക്. ഇപ്പോൾ ചിങ്ങരാശിക്കാരെ കുറിച്ച് ചിന്തിക്കുന്ന വേളയിൽ ഇപ്പോൾ കേതു, അതുപോലെ തന്നെ രാഹു എന്നീ ഗ്രഹങ്ങളൊക്കെ തന്നെ ഒരല്പം നല്ല രീതിയിലല്ല. കാരണം കേതു ജന്മത്തിലാണ്, രാശിക്കുള്ളിലാണ് കേതു സ്ഥിതി ചെയ്യുന്നത്. രാഹു ആണെങ്കിൽ 7ാം ഇടത്തിലും. അപ്പോൾ ഇവിടെ കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിലൊക്കെ ഇപ്പോൾ ഒരു കലുഷിതമായ രീതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ രാഹു കേതു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കൂടി നൽകുന്നു എന്നുള്ളതാണ്. അഷ്ടമത്തിലെ ശനിയും, അഷ്ടമഭാവത്തിൽ ശനിയും. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് പ്രകാശമുണ്ട് എങ്കിലും ആ പ്രകാശത്തെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമാണ്. നിങ്ങൾ പറയുന്നത് നല്ലതായിരിക്കാം, പക്ഷേ കേൾക്കുന്നവർക്കത് വിരുദ്ധമായി തോന്നുകയും തർക്ക മനോഭാവത്തിലേക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹു കേതുവിൻ്റെതായ മാറ്റം എന്ന് പറയുമ്പോൾ ഈ ഡിസംബർ മാസത്തിലായിരിക്കും അതിൻ്റെതായ ഒരു മാറ്റമൊക്കെയും വരിക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിങ്ങം രാശിയിൽ നിന്നും അദ്ദേഹം കർക്കിടകം രാശിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്തുള്ള ഒരു മാറ്റമൊക്കെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്യാഴത്തിൻ്റെ മാറ്റം, അതായത് പൂർവ്വപുണ്യ സ്ഥാനാധിപതിയാണ് ഈ വ്യാഴം ചിങ്ങം രാശിക്കാർക്ക്. അപ്പോൾ പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യ ഫലങ്ങളൊക്കെയും ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം. അപ്പോൾ വ്യാഴം പൂർവ്വപുണ്യാധിപതിയായിട്ട് 12ാം ഭാവത്തിലേക്ക് കർക്കിടകം രാശിയിൽ ഉച്ചമായ ബലത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർവ്വജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലങ്ങളൊക്കെയും ഈ ഒരു അവസരത്തിൽ ലഭിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രദ്ധാപൂർവം വീഡിയോ കേൾക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് വ്യാഴത്തിന് മുന്നേ, ഇപ്പോൾ വ്യാഴം മാറുന്നതിന് മുന്നേ ഈ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ വാക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യവും, ചെയ്ത നന്മകൾ, പറഞ്ഞ വാക്കുകൾ ഒക്കെ നിങ്ങൾക്ക് നേരെ വിനയായി തിരിച്ചു വന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ നിരന്തരം പ്രശ്നങ്ങൾ തന്നെയാണ്. പറയുന്നത് ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഏകാധിപത്യ മനോഭാവമായിട്ട് മറ്റുള്ളവർ കാണുന്ന ഒരു സാഹചര്യം, ധാർഷ്ട്യപരമായ ചിന്തകൾ, ധാർഷ്ട്യപരമായ പെരുമാറ്റം എന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഒക്കെ ആണെങ്കിൽ തന്നെയും അവർ അഹങ്കാരികൾ എന്ന് പറയുന്ന ഒരു സാഹചര്യം മറ്റുള്ളവർ പറയുന്ന സാഹചര്യമുണ്ട്. നിങ്ങളാൽ തന്നെയാണ് മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടായി എന്ന മറ്റുള്ളവർ പറയപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ട്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ വ്യാഴം നല്ലൊരു മാറ്റത്തെ നൽകും. ചിന്തകളിൽ, പ്രവൃത്തികളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മതിയാകും. വ്യാഴം നിങ്ങൾക്ക് ചെയ്യുന്ന നന്മകൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ അഷ്ടമഭാവത്തിലിരിക്കുന്ന ശനി എല്ലായിടങ്ങളിലും പ്രശ്നം, അതായത് ₹1 പോലും കയ്യിലെടുക്കാനായിട്ടുള്ള നിവൃത്തി ഇല്ലാത്തൊരു സാഹചര്യം, കടം ചോദിച്ചാൽ കിട്ടാത്ത സാഹചര്യം, കൊടുക്കാനുള്ള കടങ്ങൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ച് വച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷേ അവസാന നിമിഷത്തിൽ, അവസാന മിനിറ്റിൽ, അവസാന സെക്കൻഡിലായിരിക്കും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നടന്നു കിട്ടുക എന്നുള്ളത്. അത്രത്തോളം മനോദുഃഖങ്ങൾക്കൊക്കെ പാത്രീഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഈ വ്യാഴം ഈ ഒരു വേളയിൽ പൂർവ്വ അതായത് ഈ 12ാം ഭാവത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ പൂർവ്വബലത്തിലാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അധികമായ രീതിയിൽ പണം ചിലവാകുന്ന ഒരു സാധനം, അതായത് നമുക്ക് എന്തും ഏതും ചിലവാക്കപ്പെടുന്ന ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഈ രാശിക്ക് 12 അവിടെ മറയ്ക്കപ്പെടുന്ന സ്ഥാനം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തടസ്സമായി കിട്ടാതെയൊക്കെ ഇരുന്നെങ്കിൽ, തടസ്സപ്പെട്ടിരുന്നെങ്കിൽ, അതൊക്കെ തന്നെ വ്യാഴത്തിൻ്റെതായ ആ ഒരു മാറ്റം കൊണ്ട് 100% നിങ്ങൾക്കത് കിട്ടാനായിട്ട് കഴിയും. കൊടുത്ത വാക്കുകളൊക്കെ പാലിക്കാനായിട്ട് കഴിയും. സമ്പത്തൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ചിലവുകൾ അത്യാവശ്യം ഈ വെക്കേഷൻ ടൈമൊക്കെ കൂടി ആയി ഇരിക്കുന്ന ആ ഒരു വേളയിൽ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, തടസ്സങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ തന്നെ ഒരു മാറ്റങ്ങളൊക്കെയും വരും. പക്ഷേ ഒരു കാര്യം വെച്ചാൽ ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെയും സംഭവിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജൂൺ മാസം 2-ാം തീയതിക്കുള്ളിൽ ഉള്ള കാര്യം ചിന്തിക്കുന്ന വേളയിൽ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഭാവത്തിൽ അഷ്ടമ ഭാവത്തിലേക്ക് ചൊവ്വ കടന്നുകൂടിയിട്ടുണ്ട് ഇന്ന ദിവസം ഏപ്രിൽ 2-ാം തീയതിക്ക്. അതുപോലെ തന്നെ ബുധനും അവിടെ നീചമായ ഭാവത്തിലേക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിങ്ങം രാശിക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അഷ്ടമത്തിലിരിക്കുന്ന ശനി അനാവശ്യമായ പ്രശ്നങ്ങളെ തരും. അനാവശ്യമായ പേര് കേൾപ്പിക്കും. നമ്മളെ മോശക്കാരിയെന്നും മോശക്കാരനെന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നൊക്കെ വരുത്തി തീർക്കും. അത് ശനി തൊഴിലിടത്തിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ നൽകുമ്പോൾ ചൊവ്വ എന്ത് ചെയ്യുന്ന അക്രമ സ്വഭാവത്തെ ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ ഇവിടെ തർക്കങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായി ഒരേ ഇടത്ത് പിരിഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരും. ചൊവ്വ അടി വാങ്ങി കിട്ടുക എന്നൊരു സാഹചര്യമായിരിക്കും കൊണ്ടുവരിക. പറയുന്നതിന് തിരിച്ചുള്ള മറുപടി കൈവീശിയുള്ള അടിയൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്നൊക്കെ കിട്ടുക. തീർച്ചയായിട്ടും അത്തരം പ്രഭാവങ്ങളിലൊക്കെ, അതായത് മുൻ ദേഷ്യങ്ങളിലേക്ക് പോകാതിരിക്കുക, സൂര്യൻ്റെ പ്രഭാവത്തെ കാട്ടാതിരിക്കുക, ഓവർ ഹീറ്റഡ് ആകാതിരിക്കുക. പോരാത്തതിന് ബുധൻ അവിടെ നീചമായ ഭാവത്തിലേക്കും കൂടി വരികയാണ്. ഏപ്രിൽ 2 മുതൽ മെയ് മാസം 15-ാം തീയതി വരെയെങ്കിലും നിങ്ങൾ അല്പം മൗനം പാലിക്കണം. എടുത്തു ചാടിയുള്ള വാവിട്ട വാക്കുകൾ പറയരുത്. വാവിട്ട വാക്കുകൾ എന്ന് പറയുന്നത് കൈവിട്ട ആയുധത്തേക്കാൾ മൂർച്ചയേറിയതാണ് എന്ന് മനസ്സിലാക്കണം. നമുക്ക് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഒരല്പം മിതത്വമായ രീതിയിൽ വാക്കുകൾ പ്രയോഗിക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ ദേഷ്യത്തിൻ്റെതായ ഭാവത്തിൽ വാക്കുകൾ പ്രയോഗത്തിലേക്ക് വന്നാൽ അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തോണ്ടുന്ന ഒരു സ്വയം കുഴി മാത്രമായിട്ട് മാറുകയും അത് വിനയായി മാറുകയും ചെയ്യും. കാരണം വ്യാഴത്തിൻ്റെ മാറ്റം ജൂൺ 2-ാം തീയതിക്ക് ശേഷമാണെന്നുള്ള കാര്യമാണ്. അതിന് മുന്നേ ഈ സമയം ചൊവ്വയും ബുധനും വെറും അതായത് പ്രശ്നകാരകമായിട്ടാണ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപദ്രവം ചെയ്യും. അഷ്ടമ ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, വഴക്ക് തൊഴിലിടങ്ങളിലൊന്നും ഉണ്ടാക്കരുത്. തൊഴിലധിപതിയുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മൗനം പോലെ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മറുപടി പറയുക. കൂടുതൽ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്. തൊഴിലുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് പോകരുത്. കുടുംബത്തിനുള്ളിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കുള്ളിൽ വാക്ക് തർക്കങ്ങൾക്ക് ഇട കൊടുക്കരുത്. അമ്മായിയമ്മ പോര് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ജാഗ്രതാപൂർവ്വം ഇടപെടുക. തൊഴിലിടത്തിൽ ഉള്ള നിങ്ങളുടേതായ സുഹൃത്തുക്കൾക്കൊപ്പം നല്ല രീതിക്ക് അനുസരിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. അതായത് അവരുടെ മേലെ നിങ്ങൾ ആധിപത്യം പുലർത്താതെ ഇരിക്കുക. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിൽ, പ്രശ്നങ്ങളില്ലാതെ, തർക്കങ്ങളില്ല. കാരണം ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് കേൾക്കുന്നതെന്തും തെറ്റായിട്ട് തോന്നും. മറ്റുള്ളവർ പറയുന്നതെന്തും തെറ്റായിട്ട് തോന്നും. അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും വാവിട്ട വാക്കുകൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. ഇത് വിനയായി മാറും. 100% തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു പോകും ഈ സമയത്ത്, വ്യാഴത്തിൻ്റെ മാറ്റത്തിന് മുന്നേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നിലേക്ക് പോകണം. ഇന്നേ ദിവസം മുതൽ ഏപ്രിൽ 2 മുതൽ മെയ് 15 വരെ ജാഗ്രത തന്നെ പുലർത്തണം. കാരണം ബുദ്ധിയെ മരവിപ്പിച്ച് തന്നെ നിർത്തും ബുധൻ. നീചമാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ വിപരീത ഫലമേ ഉണ്ടാക്കുകയുള്ളൂ. അത് മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കി നിങ്ങളുടേതായ സൂര്യരാശിയുടെ വേഗത്തെ കാണിക്കരുത് ആ പ്രോസസ്സ്. വ്യാഴം മാറുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇരിക്കുന്നിടം, അതായത് കർക്കിടകം രാശിയിൽ ഇരിക്കുന്നിടത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതായത് ചിലവുകൾ ധാരാളം വരും. പക്ഷേ അതൊക്കെ നല്ല ചിലവുകൾ തന്നെയായിരിക്കും. ആഗ്രഹങ്ങളൊക്കെ നിറവേറുന്ന ചിലവുകളായിരിക്കും. പാഴായിട്ടുള്ള ചിലവായിരിക്കില്ല. 100% അത് ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും. അതുപോലെ ഇവിടെ ചിങ്ങം രാശിക്ക് 5-ാം ഭാവമായിട്ട് അദ്ദേഹം ദൃഷ്ടിയും പതിപ്പിക്കുന്നുണ്ട്. അത് വളരെയധികം, അതായത് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു എന്നിങ്ങനെയുള്ള രാശികളാണ്. അപ്പോൾ ഇവിടെ 6-ാം ഇടമാണ് ധനുവായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റേതായ രീതിക്കുള്ള ആ ഒരു പ്രസൻസ് എന്ന് പറയുമ്പോൾ വൃശ്ചികം രാശിയിലേക്ക് ചൊവ്വയുടേതായ വീട്ടിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടെ പതിയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റത്തെ ഉണ്ടാക്കും. കാരണം ഈ ചൊവ്വയുടേതായ വീട്ടിലേക്ക് ദൃഷ്ടി പതിയുന്ന ആ ഒരു വേളയിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും. കാര്യം ചൊവ്വ ഇരിക്കുന്നത് മീനം രാശിയിലാണ്. അത് ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവമായിട്ടാണ് വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്നത്. അപ്പോൾ അഷ്ടമ ഭാവത്തിൽ വരുന്ന ചൊവ്വ, ബുധൻ, ശനി എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെയും നല്ലത് മാത്രമേ ചെയ്യൂ. എന്നാലും ജൂൺ 2-ന് ശേഷം മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുക. തീർച്ചയായിട്ടും ഒരു നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടി, ആശയോടു കൂടിയാണ് ഞാനിതൊക്കെ പറയുന്നത്.
അപ്പോൾ ഇവിടെ ഈ 9 ഗ്രഹങ്ങളും എപ്പോഴും നമുക്ക് നന്മ തന്നെ ആണ് ചെയ്യുന്നത്. അത് അപഹാരമായിട്ട് വരുമ്പോൾ ഒക്കെ നമുക്ക് നന്മയും തിന്മയും കലർത്തി ചെയ്യും. അപ്പോൾ ഇവിടെ ദശ നടത്തുന്ന നാഥനെയല്ല എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്. ചന്ദ്രദശ നടന്നാൽ ചന്ദ്രൻ എപ്പോഴും നല്ലതേ ചെയ്യൂ. ശനി ദശാകാലം നടത്തുന്ന ശനി എപ്പോഴും നല്ലത്. അപഹാരമായി വരുന്ന ഗ്രഹങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കണം. അപ്പോൾ നിങ്ങളുടേതായ ജന്മ രാശിക്കുള്ളിൽ ഇതിപ്പോൾ രാശി പ്രകാരം നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ലഗ്നപ്രകാരത്തിന് വ്യത്യാസം ഉണ്ടാകും. രാശിപ്രകാരം ലഗ്നപ്രകാരം നോക്കണമെന്നാണ് വിധിയായിട്ട് പറയുന്നത്. പക്ഷേ ഈ രാശി പ്രവചനങ്ങൾ എപ്പോഴും രാശിയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ കണക്കിലെടുക്കേണ്ടത്. നിങ്ങളുടെ രാശിക്കുള്ളിൽ ഈ വ്യാഴം എവിടെയാണ് ഇരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് വരിക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. മേടൻ രാശിയിലാണെങ്കിൽ മേടൻ രാശിയിൽ ഇരിക്കുന്ന വ്യാഴത്തിന് എന്ത് ചെയ്യാൻ കഴിയുമോ, അതായത് ഇപ്പോൾ ഇരിക്കുന്ന കർക്കിടകം രാശിയിൽ വരുന്ന വ്യാഴത്തിന് നിങ്ങളുടെ രാശിയുമായി എത്ര ഇടം വരുന്നു എന്ന് നോക്കണം. അപ്പോൾ ആ ഭാവം അനുസരിച്ചായിരിക്കും നിങ്ങൾക്കുള്ള ഫലത്തെയും കണക്കാക്കപ്പെടേണ്ടത്. അപ്പോൾ 12 രാശിയിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ കണക്കനുസരിച്ചാണ് ഫലം എടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത് ഈ ഒരു വേളയിൽ എന്തായാലും ഗുണം ചെയ്യും. അഷ്ടമഭാവത്തിലുള്ള ആ ഒരു താക്കം ജൂൺ 2-ാം തീയതിക്ക് ശേഷം കുറയും. അതുവരെ മൗനം പാലിക്കുക. നല്ല രീതിക്ക് മുന്നിലേക്ക് വരാനായിട്ട് പരിശ്രമിക്കുക. അധികമായിട്ട് ഞാൻ വിശദീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഡീറ്റെയിലിംഗ് ആയിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത് രാശിയെക്കുറിച്ച് മാത്രമാണ് ഞാനിത് പറയുന്നത്. ജാഗ്രത തന്നെയാണ് എപ്പോഴും നമ്മുടെ വിജയം. മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കുക. മറുപടി പറയേണ്ട കാര്യത്തിന് മാത്രം മറുപടി പറയുക. നിങ്ങളുടെ വാശി വൈരാഗ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശരികൾ മറ്റുള്ളവർക്ക് ശരിയാണെന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് തോൽവി സംഭവിക്കുകയും ചെയ്യും. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ 2-ാം തീയതി മുതൽ മെയ് 15-ാം തീയതിക്കുള്ളിൽ നിങ്ങളെടുക്കുന്ന അനാവശ്യമായ വാക്കുകൾ ഒക്കെ നല്ല കാര്യങ്ങളായിരിക്കും. ഓപ്പോസിറ്റായിട്ട് നെഗറ്റീവായിട്ട് കാണുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വരും. നിങ്ങളായിട്ട് അതിനെ ഇടാൻ കൊടുക്കാതിരിക്കുക. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. സുഹൃത്തുക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട്. ജീവിതത്തിൽ അനുഭവിച്ചു ആ ഒരു വേള നിങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും ഞാനീ പറഞ്ഞതിൻ്റെതായ അർത്ഥം വ്യാപ്തി എന്താണെന്ന്.